ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. രാഹുൽ ഈശ്വറിനെതിരെ പോലീസിൽ പരാതി നൽകി നടി ഹണി റോസ്. തനിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങൾ വഴി അധിക്ഷേപം നടത്തുകയാണെന്നും തൊഴിലിടത്തുൾപ്പെടെ ഭീഷണി നേരിടുകയാണെന്നും വ്യക്തമാക്കിയാണ് പരാതി നൽകിയത് എന്ന് ഹണി ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കുന്നില്ലെന്നും ഹണി വ്യക്തമാക്കുകയാണ്. താൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയുന്നതാണ് രാഹുൽ ഈശ്വറിന്റെ നടപടിയെന്നും ഹണി റോസ് ആരോപിക്കുകയാണ്. ജെവിൻ ടുട്ടു ഉണ്ട് വിശദാംശങ്ങളുമായി. ചുട്ടു, നേരത്തെ തന്നെ ഈ അധിക്ഷേപങ്ങൾക്കെതിരെ രാഹുൽ ഈശ്വറിനെതിരെ ഈ താരം രംഗത്ത് വന്നതാണ്. ഇപ്പോൾ ഈ പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? ശീതൾ, നേരത്തെ ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകുകയും ബോബി ചെമ്മണ്ണൂർ ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തതിന് പിന്നാലെ വലിയ രീതിയിൽ ഹണി റോസിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തി അധിക്ഷേപവും ഹണി റോസിന്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രതികരണങ്ങളും ഒക്കെ വന്നിരുന്നു. ഹണി റോസ് പറയുന്നത് ഈ പ്രതികരണത്തിനും ഇങ്ങനെ സംഘടിതമായ ഒരു ആക്രമണത്തിനും കാരണമായത് രാഹുൽ ഈശ്വർ എന്ന ആളുടെ പ്രതികരണങ്ങളാണ്. രാഹുൽ ഈശ്വർ ചെയ്തത് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുത്തതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം ഈ ചർച്ചകളിലുമൊക്കെ വന്ന് ഹണി റോസിന്റെ വസ്ത്രത്തെക്കുറിച്ചും വസ്ത്രം ധരിച്ചതിനെ കുറിച്ചുമൊക്കെ മോശമായ രീതിയിൽ പരാമർശിച്ചതാണ്. വസ്ത്ര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തു സംസാരിച്ചു എന്നൊക്കെയാണ്. ഇതൊക്കെ തനിക്കും തന്റെ കുടുംബത്തിനും വലിയ രീതിയിൽ മാനസിക സംഘർഷമുണ്ടാക്കി. രാഹുൽ ഈശ്വർ ആരാണ് വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചോദിക്കാൻ തന്നോട്? തനിക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നാണ് തനിക്കുള്ള വസ്ത്ര സ്വാതന്ത്ര്യം. അതിനെ ചോദ്യം ചെയ്യുന്നതും അതിനെ സൈബർ ബുള്ളിങ്ങിന് വിധേയമാക്കുന്നതും ഒരു കുറ്റകൃത്യമാണ്. അത് രാഹുൽ ഈശ്വർ ഒറ്റയ്ക്കല്ല. രാഹുൽ ഈശ്വർ അത് പല സ്ഥലങ്ങളിലൂടെ പറയുന്നതിലൂടെ സംഘടിതമായൊരു ആക്രമണത്തിനാണ് താൻ വിധേയയാകുന്നത്. തന്റെ വസ്ത്രത്തെയും തന്നെ ശരീരത്തെയും ഒക്കെ പല രീതിയിൽ ആളുകൾ ആക്രമിക്കുന്നു. അതിനൊക്കെ രാഹുൽ ഈശ്വർ ഒരു മരുന്നെടുക്കുകയാണ്, അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ അതിനെ വളം വയ്ക്കുകയാണ് എന്ന് പറഞ്ഞാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നതും കുറ്റകൃത്യമാണെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ വിവരിച്ചുകൊണ്ടാണ് ഹണി റോസ് ഇപ്പോൾ അതിനെതിരെ രാഹുൽ ഈശ്വറിനെതിരെയും ഒരു നിയമ നടപടിക്ക് നീങ്ങുന്നത്. ഉടൻ തന്നെ കൊച്ചിയിൽ പോലീസിന് രാഹുൽ ഈശ്വറിനെതിരെയും തന്റെ സൈബർ ബുള്ളിങ്ങിനെതിരെ പോലീസിന് പരാതി നൽകാനാണ് ഹണി റോസ് തീരുമാനിച്ചിരിക്കുന്നത്. ആ പരാതി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പോലീസിന് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഹണി റോസ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഹണി റോസ് കഴിഞ്ഞ ദിവസം പരാതി നൽകിയതിന് പിന്നാലെ തന്നെ രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചകളിലുമൊക്കെ വന്നിരുന്ന് ഹണി റോസിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ വലിയ രീതിയിൽ ഹണിക്കെതിരെ ഈ രാഹുലിനെ കൂട്ടുപിടിച്ച് കുറേയധികം ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഹണി റോസിനെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിരുന്നു. അതെല്ലാവരും പലരും കണ്ടതാണ്. കമന്റുകളിലൂടെയും മറ്റുമൊക്കെ രാഹുൽ ഈശ്വറിന് പിന്തുണ പ്രഖ്യാപിച്ചും രാഹുൽ ഈശ്വർ പറയുന്നതാണ് ശരി എന്നും ഒക്കെ പറഞ്ഞ് പല രീതിയിൽ ഹണി റോസിനെ ആക്രമിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അത് വളർന്നു വന്നതോടുകൂടിയാണ് ഹണി റോസിന് ഇതുപോലൊരു പരാതിയിലേക്ക് നീങ്ങേണ്ടി വന്നതെന്ന് അവർ ഈ പോസ്റ്റിലൂടെ പറയുന്നു. ഹണി റോസിന് ഈ പരാതികൾ മാത്രമല്ല ഇതുപോലെ രാഹുൽ ഈശ്വറിന്റെ ഈ പറഞ്ഞ പരാമർശങ്ങളിലൂടെ പലരും ദ്വയാർത്ഥ അപമാന കുറിപ്പുകൾ തനിക്ക് അയക്കുന്നു. തന്റെ പോസ്റ്റുകൾക്ക് താഴെ വന്ന് ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നു. ഇത് മൊത്തത്തിൽ ഒരു പൊതുബോധം സൃഷ്ടിച്ച് ഹണി റോസ് ചെയ്യുന്നതാണ് വലിയ തെറ്റെന്നും താൻ ബോബി ചെമ്മണ്ണൂരിനെ നടത്തുന്നത് ഒരു നിയമ പോരാട്ടത്തെ വില കുറച്ച് കാണുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഹണി ഇപ്പോൾ എന്തായാലും രാഹുൽ ഈശ്വറിനെതിരെയും ഒരു നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. നിലവിൽ ഈ ഹണി റോസിനെതിരെയുള്ള മോശം പരാമർശത്തിന്റെ പേരിൽ ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലാണ്. ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയ കുറ്റങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടാണ് ഹണി റോസ് ഈ പോസ്റ്റ് വിവരിച്ചിരിക്കുന്നത്. അതിനൊപ്പം എടുത്തു പറയുന്നത് ഹണി റോസ് തന്റെ വസ്ത്ര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന തനിക്ക് ഉറപ്പു നൽകിയ ഒന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ എന്തെങ്കിലും വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യൻ പീനൽ കോഡ് IPC എന്തെങ്കിലും ഒരു പ്രത്യേക റെസ്ട്രിക്ഷൻ ഒരു പരിധി വെക്കുന്നില്ല. ആ പരിധി വെക്കാത്തിടത്തോളം കാലം തനിക്ക് വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ടെന്നും അതനുസരിച്ച് തനിക്ക് നടക്കാൻ സാധിക്കുമെന്നും അതിനെ അവഹേളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ അങ്ങനെ തന്നെ ഇട്ടു കൊടുക്കുന്ന രീതിയിൽ ഒരു പരാമർശം നടത്തിയ രാഹുൽ ഈശ്വർ ഒരു സംഘടിത കുറ്റകൃത്യത്തിന് തന്നെ ആഹ്വാനം ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ വിമർശനങ്ങൾക്കെതിരെ കൂടി അധിക്ഷേപത്തിനെതിരെ കൂടി നടപടിയുമായി നടി ഹണി റോസ് നീങ്ങിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളടക്കമാണ് അവർ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ജെവിൻ ടുട്ടു ആണ് വിശദാംശങ്ങൾ നൽകിയത്.